മൂന്നാൾക്കാർ SIP ചെയ്യാൻ തീരുമാനിച്ചു. ധോണി, രോഹിത്, കോഹ്ലി. എല്ലാ ആൾക്കാരും ഒരു 5000 വെച്ചുകൊണ്ട് ഒരു 25 കൊല്ലത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ധോണി ആവട്ടെ ഒരു 5000 രൂപ സ്ട്രെയിറ്റ് ആയിട്ടുള്ള നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തു. 25 കൊല്ലം കഴിഞ്ഞപ്പോൾ ആൾക്ക് 2.45 കോടി രൂപ കിട്ടി. തൊട്ടപ്പുറത്ത് രോഹിത് കുറച്ചും കൂടി ഒരു വെറൈറ്റി കിട്ടാൻ വേണ്ടി ഒരു 2500 രൂപ നിഫ്റ്റി 50യിലും ഒരു 2500 രൂപ നിഫ്റ്റി മിഡ് ക്യാപ് 150യിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആൾക്ക് കിട്ടിയ റിട്ടേൺസ് എന്ന് പറയുന്നത് 3.14 കോടി രൂപയാണ്. തൊട്ടപ്പുറത്ത് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള കോഹ്ലി ഇൻവെസ്റ്റ് ചെയ്തത് ഒരു 2000 രൂപ നിഫ്റ്റി 50യിലും 1500 രൂപ നിഫ്റ്റി മിഡ് ക്യാപ്പിലും ഒരു 1500 രൂപ നിഫ്റ്റി സ്മോൾ ക്യാപ്പിലുമായിരുന്നു. 25 കൊല്ലം കഴിഞ്ഞപ്പോൾ ആൾക്ക് കിട്ടിയ റിട്ടേൺസ് 4.34 കോടി രൂപയാണ്. മൂന്ന് ആൾക്കാരും സെയിം എമൗണ്ടും സെയിം നമ്പർ ഓഫ് ഇയേഴ്സും ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ ഡിഫറന്റ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടി. എന്തുകൊണ്ടാണ്? ഡൈവേഴ്സിഫിക്കേഷൻ. നിങ്ങൾ ഒരു സ്ഥലത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കൊടുക്കുകയാണെന്നാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷനും ഒരു ബെറ്റർ റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അത് പറഞ്ഞിട്ട് ബെറ്റർ റിട്ടേൺസ് വേണമെന്ന് വിശ്വസിച്ച് സ്മോൾ ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ അതിനേക്കാട്ടിലും വലിയൊരു മണ്ടത്തരം ഇനി ചെയ്യാനുമില്ല. അപ്പൊ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഫോർവേഡ് ചെയ്യാം.